എങ്ങനെയാ ഈ ഭീകര രാക്ഷസനെ എതിർത്ത് നിന്നത്? നിങ്ങളെപ്പോലെ അഴകുള്ളൊരു പെണ്ണ് അടുത്തുണ്ടെങ്കിൽ ആപത്ത് പോലും പഞ്ചാമൃതം കഴിക്കുന്ന പോലെയാ. കണ്ടാ പഞ്ചാമൃതം കൊടുക്കുന്നേ. അമ്മ, നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? മരുന്ന് താഴെ ഇരിക്കുന്നത് ഈ കുപ്പിയിൽ ഇരിക്കുന്നത് പച്ചവെള്ളമാണെന്നല്ലേ പറഞ്ഞേ? അവനെ കണ്ടപ്പോ മരുന്ന് കൂടി എന്ന് പറഞ്ഞപ്പോ കുപ്പിയിലിരുന്ന പച്ചവെള്ളം എടുത്ത് കുടിച്ച് അവന്റെ മുമ്പിൽ പോയി നെഞ്ചു പിടിച്ച് നിൽക്കുന്ന. അത് ഞാനും അങ്ങ് മറന്നുപോയി. അപ്പൊ ഞാൻ കുടിച്ചത് വെള്ളമായിരുന്നു? പിന്നെ അല്ലാതെ. പിന്നെ എങ്ങനെയാ ഞാൻ കൈ കാണിച്ചപ്പോ ആ ഒറ്റക്കണ്ണൻ നിന്നത്? അതാ ഒറ്റക്കണ്ണനോട് തന്നെ ചോദിച്ചാലേ മനസ്സിലാവൂ. നമ്മുടെ ഭാഗ്യം. നമസ്കാരം രാജകുമാരി. നമസ്കാരം മഹാവീരനെ. ചതിയായിപ്പോയി. നമ്മുടെ വർഗത്തിൽ ഇതുപോലൊന്നും ഇല്ലല്ലോ. എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്റെ ഉടയാട് ഇഷ്ടപ്പെട്ടോ? സത്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ വസ്ത്രം എന്റെ കണ്ണിൽ കാണുന്നു. എന്താ? എല്ലാം കഴിഞ്ഞടാ, ഇനി തടവറ തന്നെ ജീവിതം. തെറ്റായിട്ട് വിചാരിക്കരുത് രാജകുമാരി. നിങ്ങളുടെ അഴകന്റെ കണ്ണിനെ മറച്ചുവെന്നാണ് ഉദ്ദേശിച്ചത്. എങ്കിൽ വിരുന്നിന് വന്നോളൂ. വേതാളക്കോട്ടയിലെ യമുന റാണിയുടെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തതിന് വളരെ നന്ദിയുണ്ട്. എന്നാൽ ആരംഭിച്ചോളൂ. അവിടെ കഴിക്കാൻ വെച്ചിരിക്കുന്നതെല്ലാം ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരണമെങ്കിൽ കുതിര വേണ്ടി വരുമെന്നാ തോന്നുന്നതല്ലേ? അതൊക്കെ പോട്ട്, അങ്ങോട്ട് നോക്കിക്കേ. പുഴയെ കടന്ന മുതലയെ അങ്ങനെ തന്നെ പൊരിച്ചു വെച്ചേക്കുന്ന കണ്ടതെല്ലാം തിന്ന് കൊളവാക്കല്ലേ. ഇനി ആനന്ദിക്കാം. നമുക്കൊന്ന് ആനന്ദിച്ചാലോടാ. എന്തുവാണേ ഇത്? വിരുന്നുകാരോടൊപ്പം ഇരുന്ന് ആനന്ദിക്കുന്നത് ഞങ്ങളുടെ ഒരു ആചാരമാണ്. മുട്ടിക്കോടാ, ആനന്ദിക്കാം. നിങ്ങൾ ആനന്ദിക്കുമ്പോ ഞങ്ങള് കുളിക്കേണ്ട കാര്യമുണ്ടോ? യമുന റാണിയെ കണ്ടുമുട്ടിയതിൽ അഭിമാനം കൊള്ളുകയാണ് ഞങ്ങൾ. 56 നാട് ഭരിക്കുന്നത് അത്ര നിസ്സാരമാണോ അല്ലേ? അതെ, എന്റെ മക്കളാണ് അവര്. അവർക്ക് വേണ്ടിയാണ് ഞാൻ. വളരെ സന്തോഷം റാണി. അങ്ങനെ പറയുമെന്ന് കരുതിയല്ലേ? ഈ വേതാളക്കോട്ടയുടെ ഉള്ളിലുള്ള എന്റെ ഇനം മാത്രമാണ് എന്റെ മക്കൾ. എന്താ ഉത്തരം മുട്ടിപ്പോയോ സിദ്ധന്? അതെ, ഞങ്ങളുടെ ദേശത്തും വേതാളങ്ങളാണല്ലോ വലിയ ആൾക്കാരെ. സാധാരണക്കാര് നമുക്കെല്ലാം അടിമകളാണല്ലോ അല്ലേ? അതെ, ശരിയാ അല്ലേ? യൗവനം കിടക്കയിൽ കോട്ട നമുക്ക്. അതായത് യമുന റാണി കിടന്ന് കഴിഞ്ഞ് ഉറങ്ങിയതിന് ശേഷം ആ കോട്ട നമുക്ക് സ്വന്തം. എവിടെയാണെന്നൊന്നു പറഞ്ഞതാ? ഇതെന്തൊരക്രമമാ! ഇതിനെക്കാട്ടി നല്ലത് വേതാളത്തിന് മുമ്പിൽ തലയടിച്ച് ചാവുന്നതാ. മാങ്ങാച്ചാറാണെന്നോർത്ത് അങ്ങ് നക്ക് ചേട്ടാ. പച്ചത്തവളെ, പവിഴമല്ലി എവിടെയാ? ഇതെന്തുവാ മേപ്പോട്ട് കൈ കാണിക്കുന്നേ? അയ്യോ, പവിഴമല്ലി മരിച്ച് മേപ്പോട്ട് പോയി കാണുവോ? ഞാൻ പറയുന്നത് കേക്ക്. എന്ത്? കോട്ടയുടെ മുകൾ ഭാഗത്തുണ്ടെന്ന് അർത്ഥം. ശരി, ഞാൻ പോയിട്ട് വരാം.
മല്ലി, പവിഴമല്ലി, നിന്റെ ജീവൻ എൻ്റെ കയ്യിലാണുള്ളത്. നിന്നെ അവർക്ക് കൊല്ലണമെങ്കിൽ എൻ്റെ ജീവൻ എടുക്കണം. നിന്നെ തീർച്ചയായും ഞാൻ രക്ഷിക്കും. എട്ട് നിമിഷം കഴിഞ്ഞല്ലോ, ഇനിയും മറുതീരനെ കാണുന്നില്ല. എന്തെങ്കിലും ആപത്തി കുടുങ്ങിയിട്ടുണ്ടാവോ? കല്യാണത്തിന്റെ അന്ന് തലേ കൈവച്ച് മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞതാ. ഇങ്ങനെ പോയാൽ താരകയും കാണത്തില്ല, മംഗളവും കാണത്തില്ല. എടോ കോടങ്കി, നീ ജീവിച്ചിരിക്കുമ്പോ മംഗളം ഉണ്ടാവില്ല, നീ മരിച്ച ഒരു മംഗളവാർത്ത ഉണ്ടാവില്ല. ക്ഷമിക്ക്. തുടക്കം മുതലേ നിന്റെ നടപടികളൊന്നും അത്ര ശരിയായ രീതിയിലല്ലോ. ആരാണ് നീ? എന്തിനു വേണ്ടിയാണ് ഈ വേതാളക്കോട്ടയ്ക്കുള്ളിൽ കിടന്നത്? ഒന്നുമില്ല, വെറുതെ. മരുന്ന് കുടിച്ചിട്ട് 8 നിമിഷം കഴിഞ്ഞു പോയോ? മരുതീരൻ ഒറ്റയടിക്ക് വീണല്ലേ? അവൻ വേതാളമാണോ എന്ന് സംശയമുണ്ട്. നാളെ രാവിലെ അവനെ ബലിപീഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. ഊരറിയട്ടെ. ശക്തി മരുന്ന് കൊടുത്തല്ലോ അല്ലേ? മരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ, മറുധീരൻ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ? സിദ്ധരാജകുമാരനായ മരുധീര, നീയൊരു വേതാള ഇനമാണോ എന്നുള്ള സംശയം എനിക്ക് തോന്നിത്തുടങ്ങി. ഞാൻ വേതാളത്തിന്റെ ഇനമാണോ എന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റില്ല. എന്റെ ധീരത നോക്കിയാലേ അറിയാൻ കഴിയൂ. നിങ്ങളുടെ 5 വേതാളങ്ങളെ അയച്ചു നോക്ക്. നീ ഉരുകുന്ന ഒരു മഞ്ഞുകട്ടയാണ് മരുതീര. ഇവൻ നിന്നെ തൊട്ടാൽ നീ ഉരുകിത്തീരും. സ്നേഹത്തിന്റെ മുമ്പിൽ മാത്രമാണ് ഞാൻ മഞ്ഞുകെട്ട. പകയുടെ മുന്നിൽ ഞാൻ പുലി.
സഹോദര, ബലം ശരീരത്താണോ കഴിവിലാണോ ഉള്ളതാണ് മുഖ്യം. തോറ്റുപോയ ഒരുത്തനും ഇവിടെ ജീവിച്ചിരിക്കരുത്. റാണിക്ക് എന്നെ സംശയമില്ല. ചില ആൾക്കാർക്ക് മാത്രമാണ് എന്നെ സംശയമുള്ളത്. ഇനി ആരെയാണ് ഞാൻ തെളിയിക്കേണ്ടത്? നിങ്ങളോട് തെളിയിക്കണോ അതോ നിങ്ങളോട് തെളിയിക്കണോ? അയ്യോ മതി, നിർത്ത്. പറയൂ, വേറെ ആരോടാണ്? നിങ്ങളോട് 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 എന്തുകൊണ്ടാ ഇത് അതോ ഓരോ നിങ്ങളോടോ? തീരുമാനം വീണ്ടും പറയൂ. കുത്തിപ്പൊക്കുന്നത്? എങ്ങനെയാ തെളിയിക്കണ്ടേ? തെളിയിക്കണമെങ്കിൽ ഞാൻ തെളിയിക്കാം. എന്റെ അടുത്ത് തെളിയിക്കാമോ? തെറ്റില്ലല്ലോ. ഒരിക്കലുമില്ല റാണി. അയ്യോ, എന്താ ഏട്ടാ? മരുന്നിന്റെ സമയം കഴിഞ്ഞു പോയല്ലോ. അപ്പൊ നമുക്ക് സമയദോഷം തുടങ്ങിയല്ലേ? ഒരു വേതാളത്തിനോടൊപ്പം നീ യുദ്ധം ചെയ്ത് വിജയിച്ചു. പക്ഷെ നീ ഈ കോട്ടയുടെ വിധിപ്രകാരം തെളിയിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഒറ്റ വേതാള പരീക്ഷണം. എപ്പോ നോക്കിയാലും നമുക്ക് ഈ മത്സരം നടത്തുന്നത് ഒരു ജോലിയായി പോയല്ലേ? ഇതിൽ നീ വിജയിച്ചാൽ നിന്നെ യാതൊരു സംശയം കൂടാതെ തന്നെ സ്വീകരിക്കാം. കണ്ടില്ലേ, ഇതാണ് വേതാള വലയം. സൂര, വേഗം ഈ മരുന്ന് കൊണ്ടുപോയി കൊടുക്ക്. ഇതിൽ വേതാളങ്ങൾക്ക് മാത്രമേ മറുവശത്തെത്തിച്ചേരാൻ കഴിയൂ. ഒരു വേതാള ശക്തിക്ക് മാത്രമേ ഈ ചൂട് താങ്ങാനാവൂ. ഒരു മനുഷ്യ ശരീരത്തിന് ഇത് താങ്ങാനാകില്ല. ചേട്ടാ, എന്റെ നെഞ്ചടിക്കുന്ന ശബ്ദം കേട്ടോ? ഞാൻ കേൾക്കുന്നില്ലടാ. അതെന്താ ചേട്ടാ? എന്റെ ജീവൻ എപ്പോഴേ പോയി. വേതാളക്കോട്ടയിലെ മഹാറാണിയെ ഒരാൾക്ക് പോലും ചതിക്കുവാൻ സാധിക്കില്ല.